അള്ളാഹിനോടൊപ്പം നിൽക്കുന്ന ഒരാള് ഒറ്റക്കാണ് എന്നുള്ള അവസ്ഥയിൽ ഒരുത്തൻ തിന്മ ചെയ്യണം, അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അറിയുന്നില്ല എന്ന നിലയ്ക്ക് അവൻ അവന്റെ ഇഷ്ടത്തിന് തിന്മക്ക് വേണ്ടി മുഴുകണം എന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയായിരിക്കണം. അള്ളാഹുവിനോടൊപ്പം ആകുമ്പോൾ ഒരാളും വിഡ്ഢിയല്ലാത്ത ബാക്കിയുള്ള ഇൽമുള്ളവർ അവർ അള്ളാഹുവിനോടൊപ്പമായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മെ സൃഷ്ടിക്കുകയും ആ ലക്ഷ്യം പഠിപ്പിക്കാനും എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് മാതൃക കാണിച്ചു തരാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിയോഗിച്ചു. അതിൽ ഓരോ നബിമാർക്കും ഓരോ റസൂലുകൾക്കും ആ റസൂലുകളോടൊപ്പം നിൽക്കാൻ ചില ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. അതിൽ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും ദീനിനെ നിലനിർത്താനും അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് സ്വഹാബാക്കൾ. അതുകൊണ്ട് തന്നെ ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് അത് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും ഈ മൂന്ന് മേഖലകളിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് വിശ്വാസം, സ്വഹാബാക്കൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം. കർമ്മങ്ങൾ, സ്വഹാബാക്കൾ ചെയ്തതുപോലെയുള്ള കർമ്മങ്ങൾ. അതുപോലെ തന്നെ സ്വഭാവം, അതിൽ അവരുടെ മാതൃക പിൻപറ്റുക. ഈ മൂന്ന് വിഷയത്തിലും ആ സ്വഹാബാക്കളെ പിൻപറ്റുന്നിടത്താണ് യഥാർത്ഥ ദീൻ പൂർണ്ണമാകുന്നത്. അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്, ഏറ്റവും ഉത്തമമായ സമുദായം അത് എന്റെ സമൂഹമാണ്, അഥവാ സ്വഹാബാക്കളാണ്. പിന്നീടുള്ളത് സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിന് ശേഷം വരുന്ന ഈ സ്വഹാബാക്കളിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കുന്ന താബിഈങ്ങൾ, പിന്നീട് അതിനുശേഷം വരുന്ന താബിഈങ്ങളിൽ നിന്ന് ദീന് പഠിക്കുന്ന തബഉ താബിഈങ്ങൾ. ഇങ്ങനെയാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകൾ, മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളും അതുപോലെ മദീനയിൽ സ്വഹാബാക്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത അൻസാരികളും അവർ മുൻകടന്നിട്ടുണ്ട്, അവർ മുന്നിട്ടവരാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നെ മുന്നിടുന്നവരാരാണ്? ഈ സ്വഹാബാക്കളെ ഇഹ്സാനോടുകൂടി പിൻപറ്റുന്നവരാണ്. പിന്നീടുള്ള തഅബീങ്ങൾ, അതിനുശേഷമുള്ളവർ, സലഫുസ് സാലിഹീങ്ങൾ, ആ മൻഹജിൽ മുന്നോട്ട് പോകുന്നവർ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ആ സ്വഹാബാക്കളെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം ഒരുക്കിയിട്ടുണ്ട്, അവരവിടെ സ്ഥിരതാമസക്കാരാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം എന്ന് പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം ഈ സ്വഹാബാക്കളുടെ ദീൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കലാണ്. അഥവാ ഏറ്റവും ഉത്തമ സമുദായമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലഫുസ് സാലിഹീങ്ങൾ, അവരുടെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കലാണ്. അവർ വിശ്വസിച്ചതുപോലെ ആയിരിക്കണം നാം വിശ്വസിക്കേണ്ടത്. അവർ ഇബാദത്തുകൾ ചെയ്ത പോലെയായിരിക്കണം നാം ഇബാദത്ത് ചെയ്യേണ്ടത്. അവരുടെ സ്വഭാവമായിരിക്കണം നമ്മൾ മാതൃകയായി കൊണ്ടു നടക്കേണ്ടത്, നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. സ്വഹാബികളിൽ ശ്രേഷ്ഠനായ
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രശസ്തമായ ഒരു അസറുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ആരെങ്കിലും മാതൃകയാക്കുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടവരെ മാതൃകയാക്കട്ടെ. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്നവർ അവർ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ലൊരു ഇസ്തിഖാമത്തിലുള്ള ഒരു വ്യക്തി നാളെ എന്താവും അല്ലാഹു അലം. അപ്പൊ അയാൾ ഫിത്നയിൽ നിന്ന് സുരക്ഷിതനല്ല. എന്നാൽ മരണപ്പെട്ടവരോ അവർക്കിനി ഫിത്ന ബാധിക്കാനുണ്ടോ? ഇല്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളാണ്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ. അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ്. അബർറഹ ഖുലൂബൻ. ഏറ്റവും പുണ്യം നിറഞ്ഞ ഖൽബുള്ളവർ. വഅഅമഖഹ ഇൽമൻ. ഏറ്റവും നല്ല ആഴത്തിലുള്ള ഇൽമുള്ളവർ. വഅഖല്ലഹ തകല്ലുഫൻ. അവർ കാട്ടിക്കൂട്ടലുകളോ അതുപോലെയുള്ള നാട്യങ്ങളോ ഇല്ലാത്തവർ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയ്യി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടി സ്വഹാബികളാവാൻ അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അവർ. വലി ഇഖാമത്തി ദീനിഹി. ആ ദീനിനെ നിലനിർത്താൻ. ഫഅരിഫൂ ലഹും ഫദ്ലഹും. അവരുടെ ഫദ്ൽ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബഊഹും അലാ അസരിഹിം. അവരുടെ പാത നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസീരിഹിം. അവരുടെ സ്വഭാവവും അവർ പോയ ആ മാർഗവും അവരുടെ ജീവിത രീതിയും നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം. അവർ ഏറ്റവും നേരായ പാതയിലായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ വ്യത്യസ്തമായിട്ടുള്ള പല കക്ഷികളും പല വ്യക്തികളും പല കൂട്ടങ്ങളുമായി തിരിയുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് യഥാർത്ഥ ദീൻ പിൻപറ്റണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗമേ ഉള്ളൂ. സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സലഫുസ് സാലിഹീങ്ങൾ, താബിഈങ്ങൾ, തബഉ താബിഈകൾ എന്നിവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ഇതല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. ഇൻഷാ അല്ലാഹ് നാം ഇന്ന് വായിക്കുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് താബിഈങ്ങളിൽ, താബിഈ എന്ന് പറയുമ്പോൾ തന്നെ സ്വഹാബാക്കളുടെ കാലത്ത് സ്വഹാബാക്കളോട് അടുത്ത് തന്നെ ജീവിച്ചിരുന്ന താബിഈ പണ്ഡിതനായ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള അദ്ദേഹം ഒരു മദ്ഹബിന്റെ ഇമാമായിരുന്നു. പക്ഷെ ഇന്ന് ആ മദ്ഹബ് ഇന്ന് അറിയപ്പെടുന്നില്ല. പക്ഷെ അതിന്റെ കിതാബുകൾ ഇന്നും ചില ബഗ്ദാദിലോ മറ്റോ അച്ചടിക്കുന്നുണ്ട് എന്ന് കേട്ടറിവുണ്ട്. അല്ലാഹു അഅലം. ആയിരുന്ന വളരെയധികം ജാഹിദായിരുന്ന വളരെയധികം ഇൽമുണ്ടായിരുന്ന അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അഖ്വാലുകൾ, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ, ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ആദാബുൽ ഹസനുൽ ബസ്രി വസുഹ്ദുഹു വമവാഇദുഹു, ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ മര്യാദകൾ, ജീവിത രീതികൾ, അദ്ദേഹത്തിന്റെ ഭൗതിക വിരക്തി, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്നീ പേരിൽ ക്രോഡീകരിച്ചിട്ടുള്ള അൽ ഇമാം ജമാലുദ്ദീൻ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുള്ള ക്രോഡീകരിച്ച ഈ കിതാബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നാം പിൻപറ്റേണ്ടത് ഉത്തമരായ 3 തലമുറകളെയാണ്. ആ തലമുറയിലുള്ള ഒരു അറിയപ്പെട്ട ശ്രേഷ്ഠനായ പണ്ഡിതനും ഇമാമുമായിട്ടുള്ള അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പഠിക്കുക വഴി നമുക്കുണ്ടാകേണ്ട നേട്ടം അല്ലെങ്കിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യലാണ്. എവിടെയാണ് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും സ്വഭാവങ്ങളും അവരുമായി നിൽക്കുന്നത് എന്ന വളരെയധികം അകൽച്ച സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണത്. വളരെയധികം വ്യത്യാസം സംഭവിച്ചിട്ടുള്ള ഒരു മേഖല. സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയിൽ നിന്ന് ഒരുപാട് അകന്നുപോയി പിന്നീടുള്ള തലമുറക്കാർ. അതുപോലെ ഖുർആനും ഹദീസും മുൻഗാമികൾക്കുണ്ടായിരുന്ന ഫഹ്മ്, അവരൊരായത്തിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയ രീതികൾ, അതിന്റെ അത്ര ഫഹ്മോ ഇൽമോ ഇന്ന് കാലത്തെ ആളുകൾക്ക് ഇല്ല. അത് ഓരോ കാലം കഴിയും തോറും കുറയുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ, സലഫുകളുടെ വാക്കുകൾ, അതിൽ ഒരുപാട് ആശയങ്ങൾ, ഖുർആനിന്റെയും ഹദീസിന്റെയും മഫ്ഹൂമുകൾ, അതിന്റെ ഫഹ്മുകൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അപ്പൊ അത് വായിക്കുക വഴി, അത് കേൾക്കുക വഴി നമുക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. പലപ്പോഴും പിൽക്കാലക്കാർ, ഉത്തമരായ സമുദായത്തിന് ശേഷം അല്ലെങ്കിൽ സ്വഹാബാക്കൾക്ക് ശേഷം വന്ന ആളുകൾ, അവരിൽ ധാരാളം ഫിത്നകളായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തെ 3-ൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. സ്വഹാബാക്കളിൽ ഒരാൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിച്ചിട്ടില്ല? എങ്ങനെയാണ് ആ ഇറക്കം? എങ്ങനെയാണ് അള്ളാഹ് ഇറങ്ങുക? അള്ളാഹ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പൊ അള്ളാഹ്ക്ക് ഒരു സ്ഥലം വേണ്ടേ? അവരാരും ചോദിച്ചിട്ടില്ല. പക്ഷെ പിൻഗാമികൾ, പിന്നീട് വന്ന ആളുകൾ, അവരുടെ ചിന്ത ഏറ്റവും പിഴച്ച രീതിയിലേക്ക് പോയി. എങ്ങനെയായിരിക്കും ഇറക്കം? അതിന് വിശദീകരിക്കാൻ തുടങ്ങി, അതിന് ചില രീതികൾ കണക്കാക്കാൻ തുടങ്ങി. ഇനി ആ ഇറക്കം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് അങ്ങനെയല്ല ഉദ്ദേശം, ഇതിന്റെ അർത്ഥം വേറെയാണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച നടത്തി. സ്വഹാബാക്കൾ ഇത് കേട്ടപ്പോൾ ആ സമയം ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുലേക്ക് അടുക്കാനും ഇബാദത്തിനു വേണ്ടിയും അവർ ഉപയോഗിച്ചു. അവരതിൽ മുന്നിട്ടു, അവർ നന്മയിൽ മുന്നിട്ടു. പിൻകാലക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ച് തർക്കിച്ച് സമയം കളഞ്ഞ് അതിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വലിയ അബദ്ധത്തിലും പോയി ചാടി. അതിന് പിഴവിലായ ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത് വഴി, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് വഴി, അവരുടെ ജീവിതം പകർത്തുന്നത് വഴി നമുക്ക് നമ്മെ താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തായിരുന്നു അവരുടെ വിശ്വാസം, എന്തായിരുന്നു അവർ ദീനിനെ കണ്ടിരുന്ന രീതി, എങ്ങനെയായിരുന്നു അവർ ദീനിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നത്, എന്തായിരുന്നു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം, ഈ കാര്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബിൽ, സയ്യിദുൽ ഖാത്തിർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇടക്ക് പ്രത്യേകിച്ച് തുല്ലാബുകൾ, ഫിഖ്ഹും ഹദീസും എല്ലാം പഠിച്ചു മുഴുകുന്ന തുല്ലാബുകൾ ഇടക്ക് മുൻഗാമികളുടെ ചരിത്രമുള്ള കിതാബുകൾക്കിടയിൽ ഇരിക്കണം. എന്നിട്ട് അത് വായിക്കണം. എന്നിട്ട് താരതമ്യം ചെയ്യണം. നമ്മുടെ അവസ്ഥയും അവരുടെ അവസ്ഥയും എന്തായിരുന്നു, എവിടെയാണ് നാം നിൽക്കുന്നത് എന്ന് താരതമ്യം ചെയ്യണം. അതിനാൽ തന്നെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഈ കിതാബ് ക്രോഡീകരിച്ച ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്ക്ക് മുൻഗാമികളായ പലരുടെയും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയുടെ ഇതുപോലെയുള്ള വാക്കുകളും ചരിത്രവും ക്രോഡീകരിച്ച കിതാബുണ്ട്. ഒരുപാട് സലഫുകളെ ക്രോഡീകരിച്ച സിഫത്തുസ് സഫ എന്ന കിതാബുകളുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, അതുപോലെ തന്നെ നല്ല വാഇദാണ്, നന്നായി പ്രസംഗിക്കുന്ന ആളാണ്, ഒരുപാട് ഫന്നുകളിൽ ഇൽമുള്ള ആളാണ്, ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹയുടെ 1000 കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. 300ഓളം കിതാബുകൾ ഇന്ന് അച്ചടിച്ച് ലഭ്യമാകുന്ന അവസ്ഥയിൽ നമുക്കുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹയുടെ അത്രത്തോളം കിതാബുകൾ നമുക്ക് ലഭ്യമായ അവസ്ഥയിൽ തന്നെയുണ്ട്. അപ്പൊ അദ്ദേഹം എല്ലാ ഫന്നിലും ധാരാളമായ അറിവുള്ള വ്യക്തിയായിരുന്നു. അബൂബക്കറിൻ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുഹമ്മദ് എന്ന മകന്റെ സന്താന പരമ്പരയിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ കിതാബിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ കിതാബ് നാം പറഞ്ഞതുപോലെ താബീങ്ങളിൽ, സ്വഹാബാക്കളുടെ കാലത്ത് തന്നെ ജീവിച്ച താബിഈയായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയുടെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ അച്ചടക്കം, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകൾ സംസാരിച്ചിരുന്ന വാക്കുകൾ എന്നിവയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ കിതാബിനെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് 8 ഫസ്ലുകളായി തിരിച്ചിട്ടുണ്ട്. 8 പാഠങ്ങൾ, 8 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫസ്ൽ, അൽ ഫസ്ലുൽ അവ്വൽ ഫീ ദിക്രി മൻശഇഹി വസിഫതി അഹ്വാലിഹി വഅഫ്ആലിഹി, അദ്ദേഹം ജീവിച്ചിരുന്ന രീതി, അദ്ദേഹത്തിന്റെ സംസാരങ്ങളുടെ രീതി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ രീതി, അതാണ് ഒന്നാമത്തെ ഫസ്ൽ. അൽ ഫസ്ലു സാനി ഫീമാ റുവിയ അൻഹു മിനൽ ആദാബി വമകാരിമിൽ അഖ്ലാഖ്, അദ്ദേഹത്തിന്റെ മര്യാദ, അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ ഫസ്ൽ. മൂന്നാമത്തെ ഫസ്ൽ അൽ ഫസ്ലു സാലിസ് ഫീമാ ഔറദഹു മിനൽ ഹികം വൽ മവാഇലി മുഖ്തസറൻ അലാ ജിഹത്തിൽ ബലാഗ വൽ ഈജാസ്, മൂന്നാമത്തെ ബാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹിക്കമുകൾ അഥവാ ചിന്താർഹമായ വാക്കുകൾ, അതുപോലെ ചുരുങ്ങിയ ഉപദേശങ്ങൾ, ഭാഷാപരമായി അതിയായ രീതിയിൽ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങൾ.
الفصل الرابع നാലാമത്തേത് في ذم الدنيا ونهي عن التعلق بها ദുനിയാവിനെ നിസ്സാരമാക്കിക്കൊണ്ടുള്ള അതുപോലെ തന്നെ അതിനോട് ഖൽബ് തഅല്ലുഖാവുന്നതിനെ വിരോധിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ പറയുന്ന ബാബ്. അഞ്ചാമത്തേത് الفصل الخامس فيما روي عنه عند تلاوة القرآن من الحكم والمواعظ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണ സന്ദർഭത്തിലും ആയത്തുകളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചിന്താർഹമായ വാക്കുകളും ഉപദേശങ്ങളും. ആറാമത്തെ الفصل السادس فيما أورده على جهة الاستغفار والدعاء والنهي عن التصنع والرياء ഇസ്തിഗ്ഫാറും ദുആഇന്റെയും മേഖലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നാട്യം ഒന്ന് ആളുകൾ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന അവസ്ഥ, അതുപോലെ റിയാ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ എന്നിവയെ വിരോധിച്ചുകൊണ്ടുള്ള ഖൗലുകളും. ഏഴാമത്തെ ഫസ്ൽ ഫീ മക്കാതബാതിഹി ലിൽ ഖുലഫാ വ മഖാമാതിഹിം അൽ ഉമറാ അദ്ദേഹത്തിന്റെ സ്ഥാനം, അദ്ദേഹത്തിന് അന്ന് ഉമറാക്കളുടെ അടുക്കലും അതുപോലെ ഖലീഫകളുടെ അടുക്കലുമെല്ലാം ഉണ്ടായിരുന്ന സ്ഥാനവും അതുപോലെ അദ്ദേഹം അവർക്ക് എഴുതിയ കത്തുകളും എഴുത്തുകളും എല്ലാം ഉൾക്കൊള്ളുന്നത്. എട്ടാമത്തേത് الفصل الثامن فيما روي عنه من المواعظ والحكم من سائر الاشياء ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ചില അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും വാക്കുകളുമാണ് എട്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 8 ഫസ്ലുകളായിട്ടാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഈ കിതാബിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ മറ്റു പല കിതാബുകളിലും വന്നിട്ടുള്ള ഹസൻ ബസ്രി റഹിമഹുല്ലാഹുമായി ബന്ധപ്പെട്ട അഖ്വാലുകളും സംഭവങ്ങളും ക്രോഡീകരിച്ച ഒരു കിതാബാണിത്. അപ്പൊ ഇതിലെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം ചിന്താർഹമാണ്, ഉറ്റാലോചിക്കുന്നവർക്ക് ഉപകാരപ്രദമാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളെ അവരുടെ ഫഹ്മിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഉപദേശങ്ങളാണ്. ഇത് ജീവിതത്തിൽ പകർത്താനും ഇത് കേൾക്കുമ്പോൾ നമ്മളും മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളും തമ്മിൽ ഒരു താരതമ്യം ചെയ്യാനും കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ഫസ്ൽ ഫീ ദിക്രി മൻശഇഹി വസിഫത്തി അഹ്വാലിഹി വഅഫ്ആലിഹി അദ്ദേഹത്തിന്റെ വളർച്ച, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെയും എല്ലാം രീതി എന്ന വിഷയത്തിൽ. ഹുവ അൽ ഹസൻ ഇബ്നു അബി അൽ ഹസൻ അൽ ബസരി അദ്ദേഹത്തിന്റെ പേര് അൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസരി എന്നാണ്. ബസ്രയിൽ ജീവിച്ചിരുന്നതിനാൽ ബസരി എന്ന് പറയുന്നത്. كان أبوه مولا لرجل من الأنصار അദ്ദേഹത്തിന്റെ ഉപ്പ അൻസാരികൾപ്പെട്ട ഒരു വ്യക്തിയുടെ അടിമയായിരുന്നു. അദ്ദേഹം അടിമയാണ്. وكانت أمه مولاة لأم سلمة അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടിമയായിരുന്നു. മൗല എന്ന് പറയുമ്പോൾ അടിമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, മോചിക്കപ്പെട്ട അടിമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അടിമ സ്ത്രീയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ. സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. റുബിയ ഫി ഹിജ്രിഹാ وارعتها بلبانها ودر عليه ثديها لبرها به ومحبتها له فعادت عليه بركة النبوة അദ്ദേഹം ജീവിച്ചതും ചെറുപ്പത്തിൽ വളർന്നതുമെല്ലാം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ നുബുവത്തിന്റെ ബറക്കത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെ ഇഷ്ടമുള്ള, വളരെ താല്പര്യമുള്ള ആളായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ അൽ ഹസൻ അൽ ബസരി. ഫതകല്ലമ ബിൽ ഹിക്മ അദ്ദേഹം ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിരുന്നു, അഥവാ ഏറ്റവും ചിന്താർഹമായ വാക്കുകൾ സംസാരിച്ചിരുന്നു. വർതഖാ ഫിസ് സലാഹി വൽ മഅരിഫതി ഇലാ അഫ്ളൽ റുത്ബ വകാന റഹിമഹുല്ലാഹ് അഹദുൽ മുത്തഖീൻ വമിൻ ഔലിയാഇല്ലാഹി സിദ്ദീഖീൻ അദ്ദേഹം നല്ല ഇസ്ലാഹുള്ള, നല്ല ശ്രേഷ്ഠമായ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം തഖ്വയുള്ള മുത്തഖീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ സിദുഖുള്ള ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടുന്ന ഗുണങ്ങളുള്ള സിദുഖുള്ള വ്യക്തിയായിരുന്നു അൽ ഹസൻ ബസരി റഹിമഹുല്ലാ. അദ്ദേഹത്തെ പറ്റി ഉദ്ധരിക്കുന്ന ഓരോ സംഭവങ്ങൾ. ഒന്ന്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഹസൻ ബസരി റഹിമഹുല്ലാ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേൾക്കാനിടയായി. ആ കേട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൻ ഹാദല്ലദീ യതകല്ലമു ബികലാമി സിദ്ദീഖീൻ ആരാണ് ഈ സംസാരം സംസാരിക്കുന്നത്? സിദ്ദീഖീങ്ങളുടെ സംസാരം സംസാരിക്കുന്ന ഈ വ്യക്തി ആരാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം, ദീനിൽ അഗാധമായ ഇൽമുള്ള, അറിവുള്ള, വളരെയധികം കഴിവുകളുള്ള നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ
ഹസൻ ബസരി റഹിമഹുള്ളയുടെ സംസാരം കേട്ട് ആരാണ് സിദ്ദീഖീങ്ങളുടെ സംസാരം സംസാരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടായിട്ടുണ്ട്. وقيل لعلي بن الحسين رضي الله عنهما إن الحسن يقول അലി റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു പേരക്കുട്ടി, അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, അദ്ദേഹത്തിന് അടുക്കൽ ഒരിക്കൽ പറയപ്പെട്ടു, ഹസനുൽ ബസരി റഹിമഹുള്ള ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ലൈസൽ അജബു ലിമൻ ഹലക കൈഫ ഹലക, ഒരാൾ നശിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിലല്ല അത്ഭുതം. വഇന്നമൽ അജബു ലിമൻ നജാ കൈഫ നജാ, രക്ഷപ്പെട്ടവൻ, രക്ഷ നേടിയവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലാണ് വിഷയം എന്ന് പറയുന്നത് കേൾക്കുകയുണ്ടായി. ഫഖാല അലിയുൻ, ഇത് കേട്ടപ്പോൾ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ കലാമു സിദ്ദീഖ്, തീർച്ചയായിട്ടും ഇത് സിദ്ദീഖായ ഒരു വ്യക്തിയുടെ കലാമാണ്, സിദ്ദീഖുള്ള ഒരു വ്യക്തിയുടെ സംസാരമാണ് എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന റുവിയാനിൽ അഅ്മശ് അന്നഹു കാന യഖൂൽ മാ സാലൽ ഹസനു യഅയ ബിൽ ഹിക്മതി ഹത്താ നതഖ ബിഹാ. ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം നല്ല ചിന്താർഹമായ, നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളെ കൊണ്ട് ചിന്തിക്കുകയും അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നഹു ലഫസീഹുൻ ദൂ ലഫ്ളിൻ സഹീഹിൻ ഇദാ വഅദ, അദ്ദേഹം നല്ല ഭാഷാപരമായ കഴിവുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ വളരെ യോജിച്ച വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് ഹസൻ ബസരി റഹിമഹുള്ളയുടെ ചില അഹ്വാലുകൾ. വകാനൽ ഹസനു ദായിമൽ ഹുസ്ൻ, ഹസൻ ബസരി റഹിമഹുള്ള എപ്പോഴും ദുഃഖിച്ചിട്ടുള്ള, ഭയപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹസൻ ബസരി റഹിമഹുള്ളയുടെ ഒരു രീതിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം പരലോകത്തെക്കുറിച്ച് ഭയമുള്ള, ഏതവസ്ഥയിലും ആ ഒരു ഭയം പ്രകടമായിരുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ അധികമായി ചിരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിരിക്കുക എന്നുള്ളത് വളരെ വിരളമായിട്ടാണ് അദ്ദേഹം ചിരിക്കാറുണ്ടായിരുന്നതെന്നെല്ലാം കാണാം. പക്ഷെ മറ്റു പല പണ്ഡിതന്മാരും അത് ശരിയല്ല, സഹാബാക്കൾ ചിരിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ എപ്പോഴും ഉള്ള രീതിയാണ്, എപ്പോഴും പരലോകത്തെക്കുറിച്ചുള്ള ഭയവും ദുഃഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കസീർ അൽ ബുക്ക, ധാരാളം കരയുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, പരലോകത്തെ കുറിച്ച് ഓർത്ത് ധാരാളം കരയുന്ന വ്യക്തിയായിരുന്നു. മുതാലിബൻ നഫ്സഹു ബിൽ ഹഖായിഖ്, തന്റെ ജീവിതത്തിൽ താൻ പാലിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ബഈദൻ മിന തസന്നു, നാട്യങ്ങൾ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും രീതിയിൽ കാണിച്ചുകൊണ്ട് നാട്യങ്ങൾ വളരെ കുറവുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ അകന്നിട്ടുള്ള വ്യക്തിയായിരുന്നു. ലാ യുബ്ഹിറു അത്തഖശുഹ്, അദ്ദേഹത്തിന്റെ ഭൗതിക വിരക്തി അദ്ദേഹം പ്രകടമാക്കിയിരുന്നില്ല, അദ്ദേഹം അത് കാണിച്ചു നടന്നിരുന്നില്ല. വൈൻകാന ബാദിയൻ അലൈഹി, പക്ഷെ അദ്ദേഹത്തിൽ അത് എപ്പോഴും പ്രകടമായിരുന്നു. വളരെ ജാഹിദായിട്ടുള്ള വ്യക്തിയായിരുന്നു ഹസൻ ബസരി റഹിമഹുല്ലാഹ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നാണ് പിന്നീട് വലിയ പിഴവിലേക്ക് പോയ തസവ്വുഫിന്റെ ആളുകൾ, സൂഫിയത്തിന്റെ ആളുകൾ കൂടുതൽ വളർന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിഴച്ചുപോയിട്ടാണ്. അഥവാ ഇദ്ദേഹത്തിന്റെ സുഹൃദ് യഥാർത്ഥ രൂപത്തിൽ നിലനിന്നിരുന്ന ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിര് കവിഞ്ഞ് പിന്നീട് കുറെ ആളുകൾ പോവുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഇതൊന്നും പ്രകടിപ്പിക്കുമായിരുന്നില്ല. ഞാനൊരു ദുനിയാവിനോട് വിരക്തിയുള്ള ആളാണ് അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൽ അത് എപ്പോഴും അറിയപ്പെട്ടിരുന്ന അവസ്ഥയായിരുന്നു. വലാ യദഉ തജമ്മുൽ, അദ്ദേഹം നല്ല വേഷം അണിഞ്ഞൊരുങ്ങുമായിരുന്നു, നല്ല വേഷങ്ങൾ ധരിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കലും അത് ഒഴിവാക്കുന്ന, എപ്പോഴും കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കുന്ന അവസ്ഥയല്ല. പലപ്പോഴും സുഹദ് എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിച്ചിട്ടുള്ളത് പോലെ, സൂഫി തസവുഫിന്റെ ആളുകൾ പറയുന്നത് പോലെ കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് പരിപരിക്കൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആ അവസ്ഥയായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ജാഹിദായിരുന്നു. അദ്ദേഹം നല്ല വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. വലാ യംതനിഉ മിൻ ലുബ്സി ജയ്യിദി സിയാബ്, നല്ല വസ്ത്രം ധരിക്കുന്നത് തടയാറുമില്ല. വലാ യതഖല്ലഫു അൻ മുആകലത്തി നാസ്, ജനങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് പിന്താറുമില്ല. അതായത് ചില സൂഫികൾ, അന്ന് കാലത്ത് പിഴച്ചുപോയ സൂഫികൾ, അവർ ജനങ്ങളോടൊപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കൂല. നല്ല ഭക്ഷണം കഴിച്ചാൽ അത് സുഹൃദല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ നല്ല ഭക്ഷണം, മധുരമുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, മാംസങ്ങൾ കഴിക്കാതിരിക്കുക, അങ്ങനത്തെ രീതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹസൻ ബസരി റഹിമഹുല്ലാഹ് ആളുകളൊപ്പം ഭക്ഷിക്കാറുണ്ടായിരുന്നു. വലാ യതഅഖറു അൻ ഇജാബത്തി ദാഇ ഇല തുആം, ആരെങ്കിലും ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ അതിന് പോകാതെ പിന്തി നിൽക്കുന്ന ആളുമായിരുന്നില്ല.
ഇത് പ്രത്യേകം പറയാൻ കാരണം അന്ന് കാലത്തെ പിഴച്ച സൂഫികൾ അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു ക്ഷണത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് പങ്കെടുക്കാതെ ഞങ്ങളതൊന്നും കഴിക്കാത്ത ആളുകളാണ് കാണിക്കുമായിരുന്നു. പക്ഷെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. വകാന ലഹു സംതുൻ യഅരിഫുഹു ബിഹി മൻ ലം യകുൻ റആഹു. അദ്ദേഹത്തിന് പ്രത്യേകമായ ചില രീതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിനെ മനസ്സിലാകുന്ന പ്രത്യേകമായ ചില സ്വഭാവങ്ങളും രീതികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കാണാം. ഇതായിരുന്നു ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയുടെ ഒരു അഹ്വാലിന്റെ ചെറിയ രൂപം. റൂയ അന്ന റജുലൻ ദഖല ബസ്റ. ഒരിക്കൽ ബസ്റയിലേക്ക് ഒരു വ്യക്തി വന്നു. വലം യകുൻ റഅ അൽ ഹസൻ. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയെ ഈ വ്യക്തി കണ്ടിട്ടില്ല. ഫസഅല അൻഹു ശഅബി. അദ്ദേഹം ഷഅബി അന്ന കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയെ കുറിച്ച് ചോദിച്ചു, കാണാൻ എവിടെയാണ് ആള് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ഷഅബി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉദ്ഖുലിൽ മസ്ജിദ് ആഫാക അല്ലാഹ്. നീ മസ്ജിദിൽ പ്രവേശിക്കുക. فإذا رأيت رجلا لم ترى مثله قط رجلا فذلك هو الحسن. നീ അവിടെ ഒരു വ്യക്തിയെ കാണും, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നീ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകുന്ന ഒരു വ്യക്തിയെ കാണും, അതാണ് ഹസൻ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഏതൊരു വ്യക്തിയും ആകർഷിച്ചു പോകുന്ന പ്രത്യേകമായിട്ടുള്ള ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഗുണങ്ങളുമുള്ള വ്യക്തിയായിരുന്നു അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്. മറ്റൊരു സംഭവം കാണാം. വറദ അറാബിയുൻ അൽ ബസ്റ. ഒരിക്കൽ ഒരു അറാബി ബസ്റയിലേക്ക് വന്നു. ഫഖാല മൻ സയ്യിദു ഹാദൽ മിസ്ർ. ആരാണ് ഈ നാടിന്റെ നേതാവ് എന്ന് ചോദിച്ചു. ഈ നാട്ടിലെ നേതാവ് ആരാണെന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോ നാട്ടുകാർ പറഞ്ഞു, അൽ ഹസൻ ഇബ്നു അബി അൽ ഹസൻ. ഇവിടുത്തെ നേതാവ് അൽ ഹസൻ ഇബ്നു അബി അൽ ഹസൻ അഥവാ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹയാണ് എന്ന് പറഞ്ഞു. ഖാല ഫീമാ സാദ അഹ്ലഹു. എങ്ങനെയാണ് ആ വ്യക്തി ഈ ജനങ്ങളുടെ നേതാവായത്, എങ്ങനെയാണ് മാറിയത്? ഖാലു, അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ന അമ്മാ ഫീ ഐദീഹിം മിൻ ദുനിയാഹും. ജനങ്ങളുടെ കയ്യിൽ ദുനിയാവിൽ നിന്ന് എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് നിരാശ്രയനാണ്. അദ്ദേഹം അതിലേക്ക് ആവശ്യക്കാരനല്ല. വഹ്താജു ഇലാ മാ ഇൻദഹു മിൻ അംരി ദീനിഹിം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ ആവശ്യക്കാരാണ്. അദ്ദേഹത്തിന്റെ ദീനിന്റെ ഇൽമ്, ജനങ്ങൾ ദീനിന്റെ ഇൽമ് നേടാൻ, കാര്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിലേക്ക് ആവശ്യക്കാരാണ് താനും. ഫഖാല അൽ അറാബി ലില്ലാഹി ദർറുഹു ഹാകദാ ഫല്യകുൻ അസ്സയ്യിദു ഹഖ്ഖൻ. അറാബി പറയാണ്, അല്ലാഹുവാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഒരു നേതാവ് ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, മുൻഗാമികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു അവർ ദുനിയാവിന്റെ വിഷയങ്ങൾ നിരാശ്രയത്വം ഉണ്ടായിരുന്നു. നിരാശ്രയത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നല്ല അർത്ഥം. ഒരുപാട് സമ്പത്ത് ഉണ്ടാവലല്ല ഖനിയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഖിനൽ ഖൽബാൻ, അവനുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, അവനുള്ളത് കൊണ്ട് സമാധാനം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരനാവാതെ ജീവിക്കാൻ സാധിക്കുക. അത് മുൻഗാമികളുടെ സലഫുസ് സാലിഹ്യങ്ങളുടെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കും. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇൽമിൽ അതീവ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് ആവശ്യക്കാരായിരുന്നു. ഇൽമിന്റെ ഫത്വ ചോദിക്കാൻ, എന്തെങ്കിലും ഒരു മസ്ലക്ക്, ഹജ്ജിന്റെ മസ്ലക്ക് ചോദിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അവർ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹയുടെ അടുക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. വഖീല, മറ്റൊരു സംഭവം, മർറ ബിഹി റാഹിബാൻ. ഒരിക്കൽ രണ്ട് പുരോഹിതന്മാർ, ക്രൈസ്തവർ പുരോഹിതന്മാർ അദ്ദേഹത്തിന്റെ അടുക്കലൂടെ വരികയുണ്ടായി. ഫഖാല അഹദുഹുമാ ലിസ്വാഹിബിഹി. ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനോട് പറഞ്ഞു, മിൽ ബിനാ ഇലാ ഹാദല്ലദീ യശ്ബിഹു സംതുഹു സംതൽ മസീഹ്. നമുക്കിവിടെ നിൽക്കാം ഈ വ്യക്തിയുടെ അടുത്ത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രീതികൾ, പ്രത്യേകതകൾ കാണുന്നത് പോലെ കാണുന്ന ഈ വ്യക്തിയുടെ അടുക്കൽ നിൽക്കാം, പെരുമാറ്റം കൊണ്ടും മറ്റുമല്ല. അങ്ങനെ നമുക്ക് നോക്കാം എന്താണ് ഉള്ളത്. ഫലമ്മാ ഖർറബാ മിൻഹു. അങ്ങനെ അവർ രണ്ടുപേരും ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ അടുക്കലേക്ക് എടുത്ത് വന്നു. സമിഅഹു യഖൂൽ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത് കേട്ടു, യാ അജബൻ ലിഖൗമിൻ ഉമിറു ബിസ്സാദ്. എന്തു അവസ്ഥയാണ് ഒരു ജനത, അവർ നാളെ പരലോകത്തേക്ക് വിഭവമൊരുക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വനൂദു ബിർറഹീൽ. ദുനിയാവിൽ നിന്ന് പോകാൻ അവരെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, മരണം തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. പരലോകത്തേക്ക് വിഭവമൊരുക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹബിസ അവ്വലുഹും അലാ ആഖിരിഹിം. അവരിൽ എല്ലാവരും അതാ തടയപ്പെട്ട അവസ്ഥയിലാണ്. ഫഹും യൻതളിറൂനൽ വുറൂദ അലാ റബ്ബിഹിം. അവരവരുടെ റബ്ബിലേക്ക് എത്തിപ്പെടുന്നതിനെ കാത്തിരിക്കുകയാണ്. സുമ്മഹും ബഅദ ദാലിക ഫീ സഖറത്തിൻ യഅമഹൂൻ.
ഇതിനുശേഷവും അവർ അന്ധതയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കാതെ ദുനിയാവിന്റെ വിഷയങ്ങൾ മുഴുകി അന്ധതയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജനതയുടെ അവസ്ഥ എന്താണ്? സുമ്മ ബക്കാ ഹത്താ ബല്ല ലിഹ്യത. അങ്ങനെ ഹസൻ ബസ്രി റഹിമഹുല്ലാ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ താടി നനയുവോളം അദ്ദേഹം കരഞ്ഞു. ഫഖാല الراهبان, അപ്പോ ഈ പുരോഹിതന്മാർ പറഞ്ഞു, ഹസ്ബുനാ മാ സമിഅനാഹു മിനർ റജുൽ ثم انصرف عنه. നമുക്ക് മതിയായതാണ്, ഈ പറഞ്ഞു കേട്ടത് തന്നെ നമുക്ക് മതിയായതാണ് എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു പോവുകയുണ്ടായി. സഹോദരങ്ങളെ, ഹസൻ ബസ്രി റഹിമഹുല്ലായുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, എപ്പോഴും പരലോകത്തെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയെ പറ്റിയും പരലോകത്തേക്ക് ഒരുക്കേണ്ട വിഭവങ്ങളെ പറ്റിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അശ്രദ്ധമായി പോകുന്ന, നാം മറന്നു പോകുന്ന കാര്യങ്ങളുമാണത്. ഒരിക്കൽ അഹ്ലുൽ ബസ്രയിലെ ആളുകളോട് ചോദിക്കപ്പെട്ടു, മൻ അഅലമു അഹ്ലിഹ, ആരാണ് ബസ്രയിലെ ഏറ്റവും ഇൽമുള്ളവർ? വമൻ ഔറഉഹും, ഏറ്റവും വറഉള്ളവർ, ഒരു വിരക്തിയുള്ളവർ. വമൻ അസ്ഹദുഹും, ഏറ്റവും സുഹുദുള്ളവർ. വമൻ അജ്മലുഹും, ഏറ്റവും ഭംഗിയുള്ളവർ, അഥവാ ദീനുകൊണ്ടും ഈമാനുകൊണ്ടും ഏറ്റവും ഭംഗിയുള്ളവർ. ബദഊ ബിഹി വസന്നൗ ബിഗൈരിഹി, എല്ലാവരും പറഞ്ഞു ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, ബാക്കിയുള്ളവരെ ഒഴിവാക്കി. ഫകാനൂ ഇദാ ദകറൂ അൽ ബസ്ര, ബസ്രയെ പറ്റി പറയുമ്പോഴെല്ലാം അവർ പറയുമായിരുന്നു, ഖാലൂ ശൈഖുഹാ അൽ ഹസൻ, ബസ്രയിലെ ശൈഖ് എന്ന് പറയുന്നത് ഹസനാണ്. വഫതാഹ ബക്കർ ഇബ്നു അബ്ദില്ല അൽ മുസനി, ബസ്രയുടെ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ബക്കർ ഇബ്നു അബ്ദില്ല ഇബ്നു അംർ അൽ മുസനി റഹിമഹുല്ലാ. അദ്ദേഹം അറിയപ്പെടുന്ന ഇമാമാണ്, ഇൽമിൽ മുന്നിട്ടിട്ടുള്ള വ്യക്തിയാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലയോടൊപ്പം അറിയപ്പെടുന്ന, പ്രായം കൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന് ബസ്രയുടെ യുവാവ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹുണ്ടായിരുന്ന സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം, വളരെ വലുതായിരുന്നു. وقال عبد الواحد بن زيد لو رأيت الحسن, അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് റഹിമഹുല്ലാ പറയാണ്, നിങ്ങൾ ഹസൻ ബസ്രിയെ കണ്ടിരുന്നുവെങ്കിൽ ലഖുൽത, നിങ്ങൾ പറയുമായിരുന്നു, സുബ്ബ അലാ ഹാദാ ഹിസ്നുൽ ഖലായിഖ് മിൻ തൂലി തിൽക അദ്ദംഅതി വകസ്റതി ദാലിക അന്നശീജ്, അദ്ദേഹത്തിന്റെ മുഖത്ത് എല്ലാവിധ സൃഷ്ടികളെയും അല്ലെങ്കിൽ ഭയങ്കരമായ ദുഃഖമുണ്ട് എന്ന് നിങ്ങൾ പറയുമായിരുന്നു. അദ്ദേഹം അത്രത്തോളം കരയുന്ന വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്ത് ധാരാളമായി കരയുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ വളരെ ഭയപ്പാടുള്ള ഒരു മുഖമായിട്ടായിരുന്നു അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കാരണം അദ്ദേഹം അങ്ങനെയായിരുന്നു. വഖീല ലഹു, മറ്റൊരു റിവായത്തിൽ കാണാം, സിഫ് ലനാ അൽ ഹസൻ, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹയെ വിശദീകരിക്കാൻ അദ്ദേഹം എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ പറഞ്ഞു, റഹിമഹുല്ലാഹു അബാ സഈദ്, അബാ സഈദ്, അബൂ സഈദ് എന്നുള്ളത് ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ കുനിയത്ത. അദ്ദേഹത്തിന് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. വല്ലാഹി ഇദാ അഖ്ബലക അന്നഹു റജഅ മിൻ ദഫ്നി ഹമീമിഹി, അദ്ദേഹം മുന്നിട്ട് വരുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു പോകും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ദഫൻ ചെയ്തിട്ട് മറമാടിയിട്ട് വരികയാണ് എന്ന്. വൈദാ അദ്ബറ കഅന്ന അന്നാറ ഫൗഖ റഅസിഹി, അദ്ദേഹം പിന്തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അദ്ദേഹത്തിന്റെ തലക്ക് മുകളിലാണ് നരകമുള്ളത് എന്ന്. വൈദാ ജലസ കഅന്നഹു അസീറുൻ ഖുദ്ദിമ ലതുദ്റബ ഉനുഖുഹു, അദ്ദേഹം ഇരുന്ന അവസ്ഥയിൽ കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു പോകും ഒരു തടവുകാരൻ അടുത്തത് അവന്റെ തലവെട്ടാൻ പോവുകയാണെന്നുള്ള നിലക്ക് ഒരു തടവുകാരനെ പിടിച്ചു വെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും അദ്ദേഹത്തിന്റെ മുഖവും അവസ്ഥയും കണ്ടാൽ. വൈദാ അസ്ബഹ കഅന്നഹു ജാഅ മിനൽ ആഖിറ, രാവിലെയായാൽ അദ്ദേഹം വരുന്നത് കണ്ടാൽ പരലോകത്ത് നിന്ന് വരുന്നത് പോലെയായിരിക്കും. വൈദാ അംസ കഅന്നഹു മരീബുൻ അബ്നാഹു സുഖം, വൈകുന്നേരമായി കഴിഞ്ഞാൽ മാരകമായ ഒരു രോഗം ബാധിച്ച വ്യക്തിയെ പോലെയായിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു രീതി പറയാ, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും അതുപോലെ തന്നെ ഭയപ്പാടിലും ദുഃഖത്തിലുമായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. ഇത്രയൊന്നുമില്ലെങ്കിലും എത്രയാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്നത്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നത്, നരകത്തിനെ കുറിച്ച് ഭയപ്പെട്ടിട്ടുള്ളത്, മരണത്തിനെ കുറിച്ച് ബേജാറായിട്ടുള്ളത് എന്ന് നാം ആലോചിക്കണം. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. قال يونس بن عبد الله ما رأيت الحسن قط ضاحكا بملء فيه. യൂനുസ് ബിൻ അബ്ദുല്ലാ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഒരിക്കലും ഹസൻ ബസ്രി റഹിമഹുല്ലാഹയെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് മതിയാകുന്ന രീതിയിൽ ചിരിക്കുന്നതായിട്ട്.
വളരെ പൊട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പല പണ്ഡിതന്മാരും തന്നെ ഹസൻ ബഷീർ റഹിമഹുള്ളയുടെ ഈ ഒരു രീതിക്ക് എതിര് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബാക്കൾ ചിരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇദ്ദേഹം വളരെയധികം ഭയപ്പാടോടുകൂടി തന്നെ അധികം ചിരിക്കാത്ത ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. വഖീല ജലസ മുഹമ്മദ് ബിൻ വാസിഅ ഇലാ സാബിത്ത് ബിൻ മുഹമ്മദ് അൽ ബുന്നാനി. സലഫുകൾപ്പെട്ട ശ്രേഷ്ഠനായ വ്യക്തിയാണ് സാബിത്ത് ബിൻ മുഹമ്മദ് അൽ ബുന്നാനി. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു തവണ ഇരിക്കുകയുണ്ടായി മുഹമ്മദ് ബിൻ വാസിഅ എന്ന മറ്റൊരു സലഫുകൾപ്പെട്ട വ്യക്തി. ഫറആഹു യദ്ഹഖു ഫീ മജ്ലിസിഹി വയംസഹു. അപ്പൊ മുഹമ്മദ് ബിൻ വാസിഅ കണ്ടു സാബിത്ത് ബിൻ മുഹമ്മദ് അൽ ബുനാനി ചിരിക്കുന്നതും തമാശകൾ പറയുന്നതെല്ലാം കണ്ടു ആ സദസ്സിൽ. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആഫാക അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ. ഇന്നക ലതംസഹു ഫീ മജ്ലിസിക, നീ നിങ്ങളുടെ സദസ്സിൽ ഇങ്ങനെ തമാശ കളിച്ച് ഇരിക്കുകയാണോ? വലഖദ് കുന്നാ നജ്ലിസു ഇലൽ ഹസൻ, ഞങ്ങൾ ഹസൻ ബസരി റഹിമഹുള്ളയുടെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഫകന്നഹു ഇദാ ഖറജ ഇലൈനാ, ആ അവസ്ഥ ഹസൻ ബസരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളിലേക്ക് വന്നവനെ പോലെയാണ്. ഏതുപോലെ? ഞങ്ങളിലേക്ക് വരെ ഏതവസ്ഥയിലാ? കന്നഹു ജാഅ മിനൽ ആഖിറതി യുഹദ്ദിസുനാ അൻ അഹ്വാലിഹാ, പരലോകത്ത് നിന്ന് പരലോകത്തിന്റെ അവസ്ഥകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളിലേക്ക് വരുന്ന ഒരാളെ പോലെയാണ് ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുള്ള. അപ്പോൾ സാബിത്ത് അൽ ബുനാനി റഹിമഹുള്ള പറഞ്ഞു, റഹിമല്ലാഹുൽ ഹസൻ കാന മിൻ അഹ്ലിൽ ഹഖ് വൽ ജിദ് വഅന്നാ ലനാ നദ്റത്തും മിൻഹു. അല്ലാഹു തആല ഹസൻ ബസരി റഹിമഹുള്ളക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അദ്ദേഹം ഏറ്റവും ഹഖിന്റെയും കഠിനമായി പരിശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് സ്ഥാനമാണുള്ളത് അദ്ദേഹത്തിന്റെ അടുക്കൽ എന്ന് പറയാറുണ്ട്. വളരെയധികം അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന, അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒരു റിവായത്തിൽ കാണാം, ഇഅ്തസലൽ ഹസനുൻ നാസ യൗമൻ, ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുള്ള ജനങ്ങളിൽ മാറി നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. പല സലഫുകളിലും ഒരു രീതിയായിരുന്നു, അവർ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. എന്തിനാണ്? അള്ളാഹുമായിട്ടുള്ള ഉസ്ലത്തിന്, ഖുൽവത്തിന് വേണ്ടിയിട്ട്. ഫദഖല അലൈഹി റജുലുൻ, അങ്ങനെ മാറി എന്ന സമയത്ത് ഒരു വ്യക്തി ഹസൻ ബസീർ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് വന്നു. ഫഖാല യാ അബാ സഈദ്, യാ അബാ സഈദ് അസ്ലഹക അല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ. ലഖദ് ഖിഫ്നാ അലൈകൽ വഹ്ശ, ഞങ്ങൾ ഭയപ്പെട്ടു, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കാവുമ്പോ എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഹസൻ ബസീർ റഹിമഹുള്ള തിരിച്ചു പറഞ്ഞു, ഫഖാല യാ ഇബ്ന അഖി, സഹോദര, ലാ യസ്തവഹിഷു മഅല്ലാഹി സുബ്ഹാനഹു വതആല ഇല്ലാ അഹ്മഖ്, വിഡ്ഢിയല്ലാതെ ഒരാളും അള്ളാഹുവിനോടൊപ്പം ഒറ്റക്കാവുകയില്ല. അഥവാ അള്ളാഹുവിനോടൊപ്പം നിൽക്കുന്ന ഒരാള് ഒറ്റക്കാണ് എന്നുള്ള അവസ്ഥയിൽ ഒരുത്തൻ തിന്മ ചെയ്യണം, അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അറിയുന്നില്ല എന്ന നിലയ്ക്ക് അവൻ അവന്റെ ഇഷ്ടത്തിന് തിന്മക്ക് വേണ്ടി മുഴുകണം എന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയായിരിക്കണം. അള്ളാഹുവിനോടൊപ്പം ആകുമ്പോൾ ഒരാളും വിഡ്ഢിയല്ലാത്ത ബാക്കിയുള്ള ഇൽമുള്ളവർ അവർ അള്ളാഹുവിനോടൊപ്പമായിരിക്കും. മുൻഗാമികൾ പറയാറുണ്ട്, ഇതുപോലെയുള്ള ഉസ്ലത്ത്, ഖുൽവത്ത്, ഒറ്റക്കാവുക എന്നുള്ളത് ദോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ആലിമിന് അത് ഖൈറാണ്. കാരണം അവൻ അള്ളാഹുമായിട്ട് ഒറ്റക്കാവുന്ന, ഖൽബ് അള്ളാഹുമായി തഅല്ലുഖാവുന്ന, അവന് ദിക്ർ വർദ്ധിക്കുന്ന, അവന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഒരു അവസരമായിരിക്കും. എന്നാൽ ഒരു ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കാവുക എന്നുള്ളത് അവന്റെ തിന്മയുടെ കവാടങ്ങൾ തുറക്കുന്ന അവസ്ഥയായിരിക്കും. ഒറ്റക്കായി കഴിഞ്ഞാൽ അവൻ തിന്മയുടെ കവാടങ്ങൾ അതിലേക്ക് മുഴുകുന്ന അവസ്ഥയായിരിക്കും. അവൻ അള്ളാഹു ഒപ്പമുണ്ട് എന്നുള്ള ബോധം അവന് ബോധ്യപ്പെട്ടിട്ടില്ല, അവനത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ആ രീതിയിൽ വിഡ്ഢിയാകുന്നത്. ഹസൻ ബസീർ റഹിമഹുള്ള അങ്ങനെ മാറി നിൽക്കാറുണ്ടായിരുന്നു. وقال حميد خادم الحسن, ഹുമൈദ് എന്ന വ്യക്തി ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ഖാദിമാണ്. അദ്ദേഹം പറഞ്ഞു, قال لي الشعبي يوما, ഷഅബി നാം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി എന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ഖാദിമിനോട്, ജോലിക്കാരനോട് പറഞ്ഞു, ഉരീദു അൻ തുഅലിമനി ഇദാ ഖലാ അൽ ഹസനു ലഅജ്തമഅ ബിഹി ഖാലിയൻ, ഹസൻ ബസീർ റഹിമഹുള്ള ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ അറിയിക്കണം, ഞങ്ങൾക്ക് ഒറ്റക്കൊന്ന് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഒറ്റക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഫഅലംതു ബിദാലിക അൽ ഹസൻ, ഞാൻ അതിനെക്കുറിച്ച് ഹസൻ ബസീർ റഹിമഹുള്ളയോട് ചോദിച്ചു, ഞാൻ അങ്ങനെ അറിയിക്കട്ടെ എന്നുള്ളത് അറിയിച്ചു. ഫഖാല അദ്ദിഫ്, അപ്പൊ ഹസൻ ബസീർ റഹിമഹുള്ള പറഞ്ഞു, അങ്ങനെ ഞാൻ ആകുമ്പോൾ അയാൾ അറിയിക്കാൻ പറഞ്ഞു. ഫലിയതി ഇദാ ഷാ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ വരട്ടെ.
فخلا الحسن يوما അങ്ങനെ ഒരു ദിവസം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ ഫഅലംതു ശഅബിയെ ഞാൻ അറിയിച്ചു. ജോലിക്കാരൻ പറയാം. ഫബാദറ അദ്ദേഹം വന്നു. വഅതൈനാ മൻസിൽ الحسن അന ഹസന്റെ വീട്ടിലേക്ക് വന്നു. ഫവജദ്നാഹു മുസ്തഖ്ബിൽ القبلة وهو يقول അദ്ദേഹം ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു. ഇബ്നു ആദം മനുഷ്യ ലം തകുൻ ഫകുവിൻത നീ ഉണ്ടാകാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ നീ ഉണ്ടായി. വസഅൽത ഫഉതീത നീ ചോദിച്ചു, അത് നിനക്ക് നൽകപ്പെട്ടു. വസുഇൽത ഫബഖിൽത നിന്നോട് ചോദിക്കപ്പെട്ടു, പക്ഷെ നീ പിശുക്ക് കാണിച്ചു. ബിഅസ വല്ലാഹി വൈഹക മാ സനഅത എന്തു മോശമാണ്, അല്ലാഹുവാണ് എന്താണ് നീ ചെയ്യുന്നത്. ഫസല്ലംനാ അലൈഹി അപ്പോ ശഅബി റഹ്മത്തുള്ളാഹി പറയാണ് ഞങ്ങൾ എന്ത് ചെയ്തു, സലാം പറഞ്ഞു. വവഖഫ്നാ സഅതൻ കുറച്ചേരം അവിടെ നിന്നു. ഫമൽതഫ്ത ഇലൈനാ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഞങ്ങളിലേക്ക് തിരിഞ്ഞില്ല. വലാ ശഅറ ബിനാ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് അറിഞ്ഞിട്ട് തന്നെയല്ല അദ്ദേഹം. ഫഖാല ശഅബി ആ സമയത്ത് ശഅബി പറഞ്ഞു അർറജുലു വല്ലാഹി ഫീ ഗൈരി മാ നഹ്നു ഫീഹി ഫൻസറഫ്നാ വലം നജ്തമി ബിഹി അല്ലാഹുവാണ് ആ വ്യക്തി, അദ്ദേഹം വേറൊരവസ്ഥയിലും നമ്മൾ വേറൊരവസ്ഥയിലുമാണെന്ന് പറഞ്ഞ് ശഅബി റഹിമഹുല്ലാഹ് തിരിഞ്ഞു പോവുകയാണ്. മനുഷ്യന് ഏൽപ്പിക്കപ്പെട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മുടെ കുടുംബം നോക്കലോ നമ്മുടെ വീട് വെക്കലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ബാക്കിയുള്ള ചിന്തയിൽ നമ്മൾ മുഴുകിയാൽ അത് വലിയ അപകടം. അപ്പൊ ഇവിടെ പിന്നെ ആ ഒരു അടിമ അഥവാ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് മനുഷ്യന്റെ അവസ്ഥയെ സ്വയം ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സ്വന്തത്തെ വിചാരണ ചെയ്യുകയാണ്. ആ സമയത്ത് പുറത്തുള്ള ആളുകൾ വന്ന് പറഞ്ഞതും ഒന്നും ശ്രദ്ധിക്കാൻ പോലുമില്ലാതെ അദ്ദേഹം ദിക്റിൽ മുഴുകുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുന്ന, സ്വയം വിചാരണ ചെയ്യുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളെ, നമുക്കുണ്ടായിരിക്കേണ്ട വളരെ വലിയ ഒരു ഗുണമാണ് സ്വന്തത്തെ കുറിച്ചിട്ടുള്ള സ്വന്തത്തെ ഹിസാബ് ചെയ്യുക. എന്താണ് എന്റെ അവസ്ഥ, എന്റെ ഈമാനിന്റെ അവസ്ഥ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസ്ഥ. അത് എത്രത്തോളം ഒരാൾ ചെയ്യുന്നുവോ അത്രത്തോളം അയാളുടെ പരലോകത്തിൽ വിചാരണ കുറയുന്നതാണ്. വഖീല ലഹു യൗമൻ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു കൈഫ അസ്ബഹ്ത യാ അബാ സഈദ് അബൂ സഈദ് എങ്ങനെയുണ്ട് അവസ്ഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫഖാല വല്ലാഹി മാ മൻ ഇൻകസറത് ബിഹി സഫീനത്തുൻ ഫീ ലുജജിൽ ബഹർ ബിഅഅളമ മിന്നി മുസീബതൻ ഒരു കപ്പല്, ആ കപ്പല് കടലിന്റെ തിരമാലകൾക്ക് നടുവിൽ പൊട്ടിത്തകർന്ന അവസ്ഥയിലുണ്ട് വിചാരിക്കുക. അത് എനിക്കുള്ള ഈ മുസീബത്തിനേക്കാൾ വലിയ അവസ്ഥയിലല്ല, അതായത് അതിനേക്കാൾ വലിയൊരു അപകടത്തിലാണ് ഞാനെന്ന് പറഞ്ഞു. ഖീല വലിമ ദാലിക അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ. ഖാല ലിഅന്നീ മിൻ ദുനൂബി അലാ യഖീൻ കാരണം എനിക്കെന്റെ പാപങ്ങളുടെ മേലെ ദൃഢമായൊരു ബോധമുണ്ട്. ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ട്. വമിൻ തആഅതി വഖബൂലി അമലി അലാ വജലിൻ എന്നാൽ ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചതിലും എന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ ഞാൻ സംശയത്തിലാണ്. അതെനിക്ക് ഉറപ്പില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, എന്റെ സൽക്കർമ്മം സ്വീകരിച്ചോ എന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല. ലാ അദ്രി അഖ്ബിലത് മിന്നി അംബുരിബ ബിഹാ വജ്ഹി എനിക്കറിയില്ല അത് എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ അല്ലെങ്കിൽ അതെന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഫഖീല ലഹു അപ്പൊ ചോദിച്ചു ഫഅൻത തഖൂലു ദാലിക യാ അബാ സഈദ് അബൂ സഈദ് നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത്? നാട്ടില് സയ്യിദായിട്ടുള്ള വളരെയധികം തഖ്വയിലും സിദ്ഖിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞ വാക്കാണിത്. നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം മറുപടി ചോദിച്ചു ഫഖാല വലിമ ലാ അഖൂലു ദാലിക ഞാനിങ്ങനെ പറയാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? വമല്ലദീ യുഅമ്മിനുനി അൻ യകൂന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് നദറ ഇലയ്യ വഅന അലാ ബഅദി ഹനാതി നദറതൻ മഖതനി ബിഹാ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോടുള്ള കോപത്തിലും എന്നോട് നിസ്സാരമായി കണ്ടിട്ട് ഞാൻ എന്റെ പാപങ്ങളുമായി നിൽക്കുന്ന അവസ്ഥയിൽ അല്ലാഹു എന്നെ നോക്കുന്നതിൽ നിന്ന് ആരാണ് എനിക്ക് നിർഭയത്വം നൽകുക? ഫഅഗ്ലഖ അന്നി ബാബ തൗബ അങ്ങനെ തൗബയുടെ കവാടങ്ങൾ എന്നിൽ അടക്കപ്പെടുകയും വഹാല ബൈനി വബൈനൽ മഗ്ഫിറ എന്റെയും മഗ്ഫിറത്തിന്റെയും ഇടയിൽ ഒരു മറയിടപ്പെടുകയും ഫഅനാ അമലു ഫീ ഗൈരി മുഅ്തമിലിൻ ഞാനത് പരിഗണിക്കപ്പെടാത്ത അവസ്ഥയിൽ കർമ്മം ചെയ്യുന്ന അവസ്ഥയിലുമായാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ആരാണ് എനിക്ക് നിർഭയത്വം നൽകുക? സഹോദരങ്ങളെ, നാം ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളുമുണ്ട്, ചിന്മകളുമുണ്ട്.
എന്നാൽ തിന്മകൾ നമുക്ക് ഉറപ്പാണ്. പക്ഷെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. മുൻഗാമികൾ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടും പരലോകത്തിനെ കുറിച്ചുള്ള ഭയം കൊണ്ടും അവർ എപ്പോഴും തങ്ങളുടെ കുറവുകളെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു. നമ്മുടെ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു നന്മ ചെയ്യുമ്പോഴേക്കും ഞാൻ വളരെ മുന്നിട്ടെത്തിയിട്ടുണ്ട്, തിന്മ ചെയ്താൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നുള്ള അവസ്ഥയിലും ഏറ്റവും നിർഭയത്വമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. മറ്റൊരു സംഭവം കാണാം. വേറൊരാൾ ഹസൻ ബഷീർ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കേണ്ടായി, കൈഫ ഹാലുക യാ അബാ സഈദ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഫഖാല ശർറു ഹാലിൻ, ഏറ്റവും ഷർറ് നിറഞ്ഞൊരവസ്ഥയിലാണ്. ഖാല വലിമ ദാലിക, എന്താണ് ഇങ്ങനെ ആവാനുള്ള കാരണം? ഖാല ലിഅന്നി ഉംറുഉൻ അൻതളിറുൽ മൗത ഇദാ അസ്ബഹ്തു വഇദാ അംസൈതു, രാവിലെ ആയാലും വൈകുന്നേരമായാലും മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ثم لا أدري على أي حالة أموت, എനിക്കറിയില്ല ഏതവസ്ഥയിലാണ് ഞാൻ മരിക്കുക, ഏതവസ്ഥയിലാണ് ഞാൻ മരിക്കുക എന്ന് എനിക്കറിയില്ല. അതാണ് എന്റെ അവസ്ഥ എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു പാപത്തിൽ മുഴുകുന്ന അവസ്ഥയിൽ, തിന്മയുടെ അവസ്ഥയിൽ, അള്ളാഹുവിനെ കുറിച്ച് ആകുന്ന അവസ്ഥയിലാണ് നമ്മുടെ മരണം വരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് സ്വന്തം അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഭയപ്പെടുകയാണ്. മറ്റൊരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. ആ വ്യക്തി പ്രവേശിക്കുന്ന സമയത്ത് ഹസനുൽ ബസ്രി റഹിമഹുള്ള കരയാണ്. ഫഖാല, അപ്പൊ ചോദിച്ചു, മാ യുബ്കീക അസ്ലഹക അല്ലാഹ്, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്, എന്താ കരയാൻ കാരണം? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖാഫു വല്ലാഹി അയ്യുദ്ഖിലനി മാലികി അന്നാറ വലാ യുബാലി, ഞാൻ ഭയപ്പെടുന്നു അല്ലാഹുവാണ് എന്റെ മാലിക് അല്ലാഹു തആല എന്നെ നരകത്തിലേക്ക് എറിയുകയും ഒരു പരിഗണനയുമില്ലാതെ എന്നെ നരകത്തിലേക്ക് എറിയുന്ന അവസ്ഥയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ചു നോക്കണം, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു പരിഗണനയുമില്ലാതെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് എത്രയാണ് നാം ആലോചിക്കുന്നത്? നാം പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ഈ വാക്കുകൾ, മുൻഗാമികളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യം ചെയ്യലാണ്, സ്വയം പരിശോധിക്കലാണ്. നമ്മളും മുൻഗാമികളും സലഫുകളും തമ്മിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നരകത്തിനെ കുറിച്ച് ഭയപ്പെടാനും അതിൽ നിന്ന് രക്ഷ തേടാനും എത്രയാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്? മറ്റൊരിക്കൽ അദ്ദേഹത്തിനോട് ഒരു താമ, ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള താമത്തുൽ കുബ്ര, വളരെ ഭയാനകമായ ഒരു അവസ്ഥ, ഒരു നാശം എന്താണ് എന്ന് ചോദിച്ചു. فقال الحسن البصري رحمه الله പറഞ്ഞു, هي الساعة التي يدفع الناس فيها إلى عذاب جهنم وبئس المصير. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ സമയമാണ്. നഊദു ബില്ലാഹി മിനൻ നാർ വമിൻ അമലിൻ യുഅദ്ദി ഇലൻ നാർ. അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും നരകത്തിലേക്ക് നയിക്കുന്ന അതിന് കാരണമാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്തു. മറ്റൊരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ സദസ്സിൽ വെച്ച് നരകത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുക. അപ്പൊ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ, റുവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസായിട്ട് പറഞ്ഞു, യഖ്റുജു ഗദൻ മിനൻ നാരി റജുലുൻ ബഅദ അൻ യുഖീമ ഫീഹാ അഅവാമൻ. നാളെ ഒരാളെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും, ഒരുപാട് കാലം അവിടെ ജീവിച്ചതിന് ശേഷം, നരകത്തിലായതിനു ശേഷം. ഇതിന്റെ ശരിക്കുള്ള റിവായത്ത് ബുഖാരിയിൽ വന്നിട്ടുള്ളത്, യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബഅദമാ മസ്സഹും മിൻഹാ സഫഉൻ ഫയദ്ഖുലൂനൽ ജന്ന ഫയുസമ്മീഹിം അഹ്ലുൽ ജന്ന അൽ ജഹന്നമീൻ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവസാനത്തിൽ ആ കൂട്ടരെ ജഹന്നമീങ്ങൾ എന്ന്, ജഹന്നത്തിന്റെ ആളുകൾ എന്ന പേരിൽ അവരെ അറിയപ്പെടുന്നതും, അങ്ങനെ അവർ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഹദീസ് പറയപ്പെട്ടപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈതനീ കുൻതു ദാലിക റജുൽ, ഞാൻ ആ വ്യക്തിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിൽപ്പെട്ടവനായിരുന്നെങ്കിൽ, അഥവാ നരകത്തിൽ നിന്ന് അവസാനമെങ്കിലും, നരകത്തിൽ പ്രവേശിക്കണം എന്നല്ല, സ്വർഗത്തിലേക്ക് അവസാനമെങ്കിലും പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മാ സദ്ദഖ അബ്ദുൻ ബിന്നാർ ഇല്ലാ വാഖത് അലൈഹിൽ അർളു ബിമാ റഹബത്. ഒരടിമ നരകത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നരകത്തെക്കുറിച്ചും നരകശിക്ഷകളെക്കുറിച്ചും സത്യമായൊരു ബോധം അവനുണ്ടായിരുന്നെങ്കിൽ വിശാലമായ ഭൂമി അവൻ ഇടുങ്ങിയതായിട്ട് അവൻ അനുഭവിക്കും, അവന്റെ ഒരു ഭയം നിറയും. വലാ വല്ലാഹി മാ സദ്ദഖ അബ്ദുൻ ബിന്നാർ ഇല്ലാ വഹറ ദാലിക ഫീ ലഹ്മിഹി വദമിഹി. അല്ലാഹുവാണ്
ഒരടിമ നരകത്തെ സത്യപ്പെടുത്തുന്നില്ല അവന്റെ മാംസത്തിലും രക്തത്തിലും അത് പ്രകടമാകാതെ. അവന്റെ മാംസത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ആ നരകത്തിനെ കുറിച്ചുള്ള ഭയം അവന് പ്രകടമായിരിക്കും. അതായത് മുൻഗാമികൾക്ക് നരകത്തെ കുറിച്ചുണ്ടായിരുന്ന ഭയവും പേടിയും ചിന്തയും നാം പലപ്പോഴും അതിനെക്കുറിച്ച് മറന്നുപോകുന്നു എന്നതാണ് നാം സൂക്ഷിക്കേണ്ടത്. വഖീല ലി അബീ സുലൈമാൻ അദ്ദാറാനി, സലഫുകളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് അബൂ സുലൈമാൻ അദ്ദാറാനി, അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് ഇബ്നു അത്തിയ അൽ അൻസി എന്നറിയപ്പെടുന്ന അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഇന്നൽ ഹസന കാന യഖൂൽ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, മൻ അറാദ അൻ യഖ്ശഅ ഖൽബുഹു വയഗ്സുറ ദംഉഹു, ആരെങ്കിലും അവന്റെ ഖൽബിന് ഖുശൂ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന് അള്ളാഹുവിനെ ഓർത്ത് ധാരാളം കരയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫല്യകുൽ ഫീ നിസ്ഫി ബത്നിഹി, അവൻ അവന്റെ വയറിന്റെ പകുതി മാത്രം ഭക്ഷിക്കട്ടെ. ഫഖാല അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറയാണ്, റഹിമല്ലാഹു അബാ സഈദ്, അബൂ ഹസൻ ബസ്രിക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, കാന വല്ലാഹി മിനൽ ഖൗമിൽ ലദീന മഹ്ഫദൂ ലി അൻഫുസിഹിം, ഹസൻ ബസ്രി സ്വന്തത്തെ ധാരാളമായി വിചാരണ ചെയ്യുന്ന ആളുകൾപ്പെട്ട വ്യക്തിയായിരുന്നു. വനാഖശൂഹാ അൽ ഹിസാബ ഖൗബ യൗമിൽ ഹിസാബ്, ധാരാളം വിചാരണ ചെയ്യുമായിരുന്നു. വഇന്നീ ലഅർജു അൻ യകൂന മിനൽ ഫായിസീൻ റഹിമഹുല്ലാഹു തആല, ഞാൻ വിജയിച്ചവരിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഇതിൽ പറഞ്ഞ വിഷയം, ഖൽബിന് ഖുശൂ ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിനെ ഓർത്ത് കരയണമെങ്കിൽ ഭക്ഷണം അവന്റെ പകുതി വയറ് മാത്രം കഴിക്കട്ടെ. ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിലും മനസ്സിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയവും നിറക്കാൻ കാരണമാകുന്നതാണ്. അറിയപ്പെട്ട കാര്യമാണ്. നമ്മുടെ വയറ് എപ്പോഴെല്ലാം നിറയുമോ അപ്പോഴെല്ലാം നമ്മുടെ ശഹ്വത്തുകളും അധികരിക്കും. ആ മൻ മലക ബത്റഹു മലക ദീനഹു, ഒരാൾ അവന്റെ വയറിനെ നിയന്ത്രിച്ചാൽ അവന്റെ ദീനിനെ അവൻ നിയന്ത്രിച്ചു. ഭക്ഷണം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കൂടുതൽ തിന്മയിലേക്കുള്ള പ്രേരണ വർദ്ധിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. وكان رجل من أهل المسجد الحرام يقول, മസ്ജിദുൽ ഹറമിൽ പെട്ടൊരു വ്യക്തി പറയുമായിരുന്നു, അഥവാ മസ്ജിദുൽ ഹറമിൽ അഥവാ മദീനത്ത് ആണ് ഉദ്ദേശം പ്രധാനമായിട്ടുണ്ടാവുക. ഇൽമു പഠിക്കുന്ന, ഇൽമിന്റെ ഹദീസിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പറയാണ്, മാ കുൻതു ഉരീദു അൻ അജ്ലിസ ഇലാ ഖൗമിൻ ഇല്ലാ വഫീഹിം മൻ യുഹദ്ദിസു അനിൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസ്രി, ഞാൻ ഉദ്ദേശിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാറില്ല ഹസൻ ബസ്രി റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കാത്ത ഒരു സദസ്സിൽ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. റാവിയാണ്, ഹദീസുകൾ ഉദ്ധരിക്കുന്ന വ്യക്തിയാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാത്ത ഒരു സദസ്സിൽ ഞാൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു.